വണ്ടൂർ ഗ്രാമപഞ്ചായത്തിന് കീഴിലെ നീലാമ്പ്ര മരക്കാർ ഹാജി സ്മാരക സാംസ്കാരിക വായനശാലയിലെ ലൈബ്രറിയൻ ജോലിക്ക് വരാതെ ശമ്പളം വാങ്ങുകയാണെന്ന് ആരോപിച്ച് പ്രതിപക്ഷം പ്രതിഷേധവുമായി രംഗത്തിറങ്ങി. പ്രതിപക്ഷ മെമ്പർമാർ പഞ്ചായത്തിന് മുമ്പിൽ മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിച്ചു. ഭരണക്കാരും ഉദ്യോഗസ്ഥരും കൂട്ടുചേർന്ന് നടത്തുന്ന അഴിമതിക്കെതിരെ പ്രതിഷേധിക്കുക. പഞ്ചായത്തിന് കീഴിലുള്ള വായനശാലയിൽ നടക്കുന്ന ലക്ഷങ്ങളുടെ തട്ടിപ്പ് കൂട്ടുനിൽക്കും ഭരണക്കാരെ ഇല്ല, ഞങ്ങൾ അനുവദിക്കില്ല. വായനശാലയിലെ ലൈബ്രറിയനെതിരെ അടിയന്തര നടപടി സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റും സെക്രട്ടറിയും ഉറപ്പു നൽകിയതായി LDF പഞ്ചായത്ത് അംഗങ്ങൾ പറഞ്ഞു. ചൊവ്വാഴ്ച നടന്ന ബോർഡ് മീറ്റിംഗിലാണ് ഉറപ്പ് നൽകിയത്. എന്നാൽ അടുത്ത ബോർഡ് മീറ്റിംഗിന് മുൻപ് നടപടിയുണ്ടായില്ലെങ്കിൽ ഇടതുപക്ഷ അംഗങ്ങളെ ഉൾപ്പെടുത്തി ശക്തമായ പ്രക്ഷോഭം ആരംഭിക്കുമെന്ന് അവർ മുന്നറിയിപ്പ് നൽകി. വണ്ടൂർ ഗ്രാമപഞ്ചായത്തിന്റെ അധീനതയിലുള്ള നീലാമ്പ്ര മരക്കാർ ഹാജി മെമ്മോറിയൽ വായനശാലയിൽ കഴിഞ്ഞ എത്രയോ വർഷമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു തട്ടിപ്പാണ് LDF ജനപ്രതിനിധികളെ കണ്ടുപിടിച്ചത്. കഴിഞ്ഞ മാർച്ച് മാസത്തിൽ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ഞങ്ങൾ വായനശാല പരിശോധിക്കുകയും അവിടെ നടക്കുന്ന കാര്യങ്ങൾ ബോധ്യപ്പെട്ടതിൻ്റെയും അടിസ്ഥാനത്തിൽ ആ വിഷയങ്ങൾ ഇന്ന് വണ്ടൂർ പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ ശക്തമായി ഉന്നയിക്കുകയുണ്ടായി. എന്താണ് വിഷയമെന്ന് വെച്ചാൽ, കഴിഞ്ഞ 15 വർഷക്കാലമായി അവിടുത്തെ ലൈബ്രറിയൻ ആ ലൈബ്രറി പ്രവേശിക്കുന്നേയില്ല. 10,000-40,000 രൂപ ശമ്പളം വാങ്ങുന്ന ലൈബ്രറിയൻ 3,000 രൂപ വെച്ച് ഒരു സ്വന്തം കൂടെയുള്ള ഒരു ചെറിയ കുട്ടിയെ അവിടെ ലൈബ്രറി തുറക്കുന്നതിനും അടയ്ക്കുന്നതിനു വേണ്ടി ഏർപ്പെടുത്തി. മാസത്തിൽ അവസാന ദിവസം 29-ാം തീയതി 30-ാം തീയതി വന്ന് ഒന്നിച്ച് ഒരു മാസത്തെ ഒപ്പിട്ട് ഓരോ മാസവും 40,000 രൂപ ശമ്പളം വാങ്ങുന്ന ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേട് എത്രയോ വർഷങ്ങളായി നമ്മുടെ വണ്ടൂർ പഞ്ചായത്ത് നടക്കുകയാണ്. ഇത് ഈ പഞ്ചായത്തിനകത്തുള്ള ഉദ്യോഗസ്ഥ മേധാവികൾക്ക് അറിയാത്ത പ്രശ്നമല്ല, അവരറിഞ്ഞുകൊണ്ടാണ് ഈ തട്ടിപ്പ് ഇവിടെ നടക്കുന്നത് എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും ഗുരുതരമായ അവസ്ഥ. കഴിഞ്ഞ മാർച്ച് മാസത്തിൽ ഞങ്ങൾ ഇത് സെക്രട്ടറിയെ അറിയിക്കുകയും സെക്രട്ടറി വായനശാലയിൽ വന്ന് കാര്യങ്ങൾ ബോധ്യപ്പെടുകയും അവിടെ വായനശാലയിൽ പത്രങ്ങൾ വായിക്കാൻ വന്ന ആളുകൾ ഞങ്ങൾ എല്ലാ ദിവസവും സ്ഥിരമായി ഇവിടെ വരുന്നവരാണ്. ഇവിടെ ഇന്ന് വരെ ഒരു ലൈബ്രറിയൻ ഞങ്ങൾ കണ്ടിട്ടില്ല എന്ന് സെക്രട്ടറി സമക്ഷം പറയുകയും സെക്രട്ടറി ചാനലുകൾക്ക് മുമ്പിൽ അടിയന്തരമായി ഇദ്ദേഹത്തിന്റെ പേരിൽ നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞിട്ടും 2.5 മാസത്തിലധികമായി ഇന്നും അയാളുടെ പേരിൽ നടപടിയെടുത്തിട്ടില്ല. കഴിഞ്ഞ 15 വർഷമായി ലൈബ്രറിയൻ ജോലിക്ക് ഹാജരാകാതെ തന്നെ പ്രതിമാസം 40,000 രൂപയോളം ശമ്പളം കൈപ്പറ്റുന്നതായാണ് പരാതി. മാസത്തിന്റെ അവസാന ദിവസങ്ങളിൽ വന്ന് ഹാജർ ബുക്കിൽ ഒരുമിച്ചൊപ്പിട്ടാണ് ഇയാൾ ശമ്പളം വാങ്ങിയിരുന്നത്. കഴിഞ്ഞ 15 വർഷത്തിനിടെ ഏകദേശം 75 ലക്ഷം രൂപയോളം ഇത്തരത്തിൽ തട്ടിയെടുത്തതായാണ് LDF ആരോപിക്കുന്നത്. UDFന്റെ മുതിർന്ന നേതാവായ ലൈബ്രറിയനെ സംരക്ഷിക്കാൻ പഞ്ചായത്ത് ഭരണസമിതിയും ഉദ്യോഗസ്ഥരും ഒത്തുകളിക്കുകയാണെന്ന് LDF അംഗങ്ങൾ പറഞ്ഞു. വിഷയം പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ LDF ശക്തമായി ഉന്നയിച്ചു. കഴിഞ്ഞ മാർച്ചിൽ തന്നെ ഈ വിവരം പഞ്ചായത്ത് സെക്രട്ടറിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നതായും വായനശാല നേരിട്ട് സന്ദർശിച്ച സെക്രട്ടറി ക്രമക്കേട് ബോധ്യപ്പെട്ടതായും പ്രതിഷേധക്കാർ അറിയിച്ചു. പ്രതിഷേധത്തെ തുടർന്ന് വിഷയത്തിൽ ഉടൻ നടപടിയെടുക്കുമെന്ന് ഭരണസമിതി ഉറപ്പു നൽകിയിട്ടുണ്ട്. എങ്കിലും വരും ദിവസങ്ങളിൽ കൃത്യമായ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുന്നതുവരെ സമരം തുടരാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, വണ്ടൂർ. ഹയ ഗോൾഡൻ ഡയമണ്ട്സ്, KC ടവർ, CH ബൈപ്പാസ്, വണ്ടൂർ. സാറ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ. സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനിറിയ സമ്മാനങ്ങൾ നേടൂ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ 7012945198.